കൂട്ടുകാരെ, അപ്പോഴേ ഞാനിന്ന് വന്നിട്ടുണ്ട് പെസകപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഇത് ഓരോ സെക്ഷനായിട്ട് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. ഇത് നാളികേരമാണ്. നാളികേരം ഇപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ആൾ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിരിക്കുകയാണ്. ആ അരിപ്പൊടിക്ക് ഞാൻ ഒരു വലിയൊരു നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരം ചേർത്തിട്ടുണ്ട്. ഇതിങ്ങനെ വല്ലാണ്ട് അരച്ച് ചേർക്കരുത്, ഒന്ന് ഒതുക്കി ചേർക്കാനാണ് പാടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു 6 ചുമന്നുള്ളി ചേർത്തിട്ടാണ് ഇതിങ്ങനെ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർക്കുകയാണ് കേട്ടോ. അരിപ്പൊടി ചേർത്തു. ഇനി 1/4 ഗ്ലാസ് നമ്മുടെ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉഴുന്നിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകവും 2 വെളുത്തുള്ളിയും ചേർത്തിട്ട് ഞാൻ അതിലേക്ക് ചേർക്കണം കേട്ടോ. കണ്ടോ? ഇനി ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കും. ഇത് നന്നായി ഒന്ന് മിക്സിങ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പെട്ടെന്ന് എളുപ്പം തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉഴുന്ന്, ജീരകം, വെളുത്തുള്ളി അരച്ച് ചേർത്ത് ഇതിനകത്ത് ചേർത്തു. നാളികേരം, ചുമന്നുള്ളി ചേർത്ത് ഒതുക്കി ചേർത്തു, വല്ലാണ്ട് അരച്ചിട്ടില്ല, ഫൈനായിട്ട് അരച്ചിട്ടില്ല, അത് ചേർത്തു. ഒരു ഗ്ലാസ് പൊടിയും ചേർത്ത് ഞാനൊന്ന് ഫുള്ള് കംപ്ലീറ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവന്ന പരുവാണ് ഈ കാണുന്നത്. ഈ പരുവത്തിന് നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇത് പുളിക്കണ അപ്പമല്ല, പുളിക്കാണ്ട് വേണം ഈ അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്ലേറ്റിനകത്ത് ഈ മാവ് ചേർത്ത് അതിൻ്റെ മുകളിലൊരു കുരുത്തോല, കഴിഞ്ഞ പോലത്തെ കുരുത്തോല എടുക്കും, ഇപ്പോഴത്തെ കുരുത്തോല എടുക്കും. അത് നമ്മൾ അടയാളത്തിൽ ഇങ്ങനെ വെച്ച് അത് നമ്മൾ ഒരു പ്ലേറ്റിനകത്ത് പുഴുങ്ങിയെടുക്കും. പിന്നെയുള്ളത് നമ്മൾ കുരിശ് വെക്കാണ്ട് പുഴുങ്ങിയെടുക്കും. അപ്പോൾ നമുക്ക് പുഴുങ്ങിയെടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ ഒരു 10 മിനിറ്റ്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ പെസകാപ്പത്തിൻ്റെ കൂട്ടതേ റെഡിയാക്കി വെച്ച് നമ്മൾ തുറന്നെടുത്തതേ പ്ലേറ്റിലേക്ക് ഒഴിക്കുന്നു. പ്ലേറ്റിലേക്ക് ഒഴിച്ച് നമ്മൾ പരത്തി നമുക്ക് എന്താ പറയുക, കുരിശ് വെച്ച് നമുക്ക് റെഡിയാക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവുതേ നമ്മൾ പ്ലേറ്റിലേക്ക് പരത്തി നമ്മളിതേ അപ്പച്ചെമ്പിൽ വെച്ചു, കുരുത്തോല വെച്ചു. കുരുത്തോല വെക്കുന്നത് കാർന്നവരാണ്. ഇനി ഇത് വെന്ത് കഴിഞ്ഞ് വീട്ടിലെ